പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിലേക്ക് ഓരോ മുന്നണികളും. പാലക്കാട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, കലാശക്കൊട്ടിലേക്ക് ഇപ്പോൾ തന്നെ മുന്നണികൾ കടന്നിട്ടുണ്ട്. ബിജെപിയുടെ കൊട്ടിക്കലാശ പ്രകടനവും മറ്റും 2 മണിക്കാണ് തുടങ്ങാൻ പോകുന്നത്. ഇന്ന് മണ്ഡലത്തിൽ ഉയർന്ന സജീവമായ വിഷയങ്ങൾ എന്തെല്ലാമാണ്? സമഗ്രമായ റിപ്പോർട്ട്. നീലിമ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാലക്കാട് നഗരം പൂർണ്ണമായും അമരാൻ പോവുകയാണ്. 2 മണിക്കാണ് ബിജെപിയുടെയും UDF-ന്റെയും കൊട്ടിക്കലാശം ആരംഭിക്കുക. 4 മണിക്ക് LDF-ന്റേത് ആരംഭിക്കും. രാവിലെ മുതലേ തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ വീടുകൾ കയറിയുള്ള സമ്പർക്കവും അല്പസമയം മുമ്പ് പാലക്കാട് നഗരസഭയ്ക്കകത്ത് പാലക്കാടിലെ മുഴുവൻ BJP കൗൺസിലർമാർക്കുമൊപ്പം വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വിവാദമായിരുന്ന ഒരു വിഷയമായിരുന്നു BJP കൗൺസിലർമാരെ UDF അടർത്തി മാറ്റി കൊണ്ടുപോകുമെന്നും പാലക്കാട് നഗരസഭയുടെ ഭരണം അട്ടിമറിക്കുമെന്നുമുള്ള ചില വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ UDF മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ആ സമയത്താണ് UDF-നെ വെല്ലുവിളിച്ചുകൊണ്ട് C കൃഷ്ണകുമാറിനൊപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കൗൺസിലർമാരെയും ഒപ്പം നിർത്തിക്കൊണ്ട് C കൃഷ്ണകുമാർ പാലക്കാട് നഗരത്തിനകത്തും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തും വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. BJP-യുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള 30 വർഷത്തോളമായി BJP-യുടെ കൗൺസിലറായിട്ടുള്ള C ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. മുഴുവൻ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് BJP പാളയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു അഭിമാന പോരാട്ടം കൂടിയായി BJP തെരഞ്ഞെടുപ്പിനെ കാണുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ BJPക്ക് തിരിച്ചടിയാകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നിഷ്കരുണം തള്ളിക്കളയുകയാണ് BJP പാളയം. സന്ദീപ് വാര്യർക്കപ്പുറത്തേക്ക് മറ്റൊരു മനുഷ്യനെ പോലും, മറ്റൊരു സ്ഥാനാർത്ഥിയുടെ നിഴലിനെ പോലും കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ പോലും അവരുടെ നിഴലിനെ പോലും കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രചരണമാണ് BJP നടത്തുന്നത്. BJP വെല്ലുവിളിക്കുകയാണ്, മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കൂടി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊരു വെല്ലുവിളി BJP നടത്തുന്നു. ആ രീതിയിലാണ് പ്രചരണം മുന്നോട്ടേക്ക് പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകൾ NDA പാളയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. C കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനകത്ത് സുപരിചിതനായ ഒരു വ്യക്തിയാണ്, മുഖമാണ് എന്നുള്ള ഒരു നേട്ടം അദ്ദേഹത്തിനുണ്ട്. രാഹുൽ മാങ്കൂട്ടമാകട്ടെ, സരിനാവട്ടെ, പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം അപരിചിതരാണ്, അല്ലെങ്കിൽ പുറമേ നിന്ന് വന്ന ആളുകളാണ്. പാലക്കാടുകാർക്ക് എന്നും സുപരിചിതനായിട്ടുള്ള 18 വർഷം അല്ലെങ്കിൽ 20 വർഷത്തോളമായി കൗൺസിലറായിരുന്നു പാരമ്പര്യമുള്ള, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നേരത്തെ മത്സരിച്ച് പാരമ്പര്യമുള്ള, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുള്ള, ഓരോ വർഷം മുന്നോട്ടേക്ക് പോകും തോറും വോട്ട് വർധനവ് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് C കൃഷ്ണകുമാർ. ഈ മറ്റേ വശത്തേക്ക് വരുമ്പോൾ UDF വിജയിക്കാൻ ആവശ്യമായിട്ട് തീവ്രവാദ ശക്തികളുടെ പിന്തുണ തേടുന്നു എന്നൊരു ആരോപണം ശക്തമായി ഉയർന്നു വന്നു കഴിഞ്ഞു. SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള SDPI-യുടെ വോട്ട് പോലും വാങ്ങാൻ UDF തയ്യാറായിരിക്കുന്നു എന്നൊരു ഗതികെട്ട സാഹചര്യത്തിൽ കൂടിയാണ് UDF മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. AICC-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് പോലും BJP-യെ പരാജയപ്പെടുത്താൻ ഏത് ശക്തിയുടെയും ആരുടെയും വോട്ട് വാങ്ങാൻ തങ്ങൾ തയ്യാറാണ് എന്നൊരു കാര്യം പറഞ്ഞു വെക്കുന്നു. അതായത് ഒരു മറയുമില്ലാതെ SDPI-യുടെ വോട്ട് പോലും വാങ്ങാൻ കോൺഗ്രസ് എത്തിയിരിക്കുന്നു, അത്രത്തോളം ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് BJPക്ക് മൃഗീയമായ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ മേൽക്കൈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. മറ്റ് 3 പഞ്ചായത്തുകളിൽ നിന്നും BJP പ്രതീക്ഷിക്കുന്നത് 18,000 മുതൽ 20,000 വരെ വോട്ടുകളാണ്. ആ മണ്ഡലം അല്ലെങ്കിൽ ആ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ BJP-യുടെ പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ള കൗൺസിലർമാർ തയ്യാറായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള BJP-യുടെ കൗൺസിലർമാർ ഈ മറ്റു പഞ്ചായത്തുകൾ UDF-നും LDF-നും ഭരണം കൈയാളുന്ന മറ്റു പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആ പഞ്ചായത്തുകളിൽ BJP കൗൺസിലർമാരുടെ പ്രവർത്തനം. ഈ രീതിയിൽ വളരെ കൃത്യമായി തന്നെ കൗൺസിലർമാർക്ക് പോലും 2-3 ബൂത്തുകൾ ശക്തി കേന്ദ്ര എന്ന രീതിയിൽ നിയോഗിച്ചേൽപ്പിച്ചുകൊണ്ട് കൃത്യമായി വോട്ട് ചേർക്കൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടായിരുന്നു BJP-യുടെ പ്രചരണം മുന്നോട്ടേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും BJP ജയിച്ചു കയറുമെന്നൊരു ആത്മവിശ്വാസം BJP-യുടെ നേതാക്കൾ മുതൽ അണികളായിട്ടുള്ള ആളുകൾ മുഴുവൻ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അഭിമാന പോരാട്ടമായി കരുതുന്ന തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJP-യുടെ പ്രവർത്തകർ മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വേറെ പരിപാടികൾ നടത്തുന്നു, ശക്തി പ്രകടനങ്ങൾ നടത്തുന്നു, ബൈക്ക് റാലികൾ നടത്തുന്നു, റോഡ് ഷോകൾ നടത്തുന്നു. ഈ റോഡ് ഷോകളിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള ജനപങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ വിജയത്തിലേക്ക് എത്തും എന്നുള്ള ആത്മവിശ്വാസം BJP പ്രവർത്തകർക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ
പരകോടിയിലായിരിക്കും ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള കൊട്ടിക്കലാശം. അതായത് ഗോകുൽ ഇന്ന് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇന്ന് പ്രധാനമായും അവിടെ മണ്ഡലത്തിൽ ഉയർന്നു വന്ന വിഷയം നമുക്കറിയാം. സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ പറഞ്ഞത് സന്ദീപ് വാര്യർക്കൊപ്പം 2-3 കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് എത്തും എന്നാണ്. അതിനുള്ള കൃത്യമായ മറുപടിയാണ് എല്ലാ കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ടുള്ള പാലക്കാട് നഗരത്തിൽ നടന്ന വലിയ റാലി എന്ന് പറയുന്നത്. മറ്റൊന്ന്, കോൺഗ്രസ് SDPI കൂട്ടുകെട്ട് അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളാണ് നേതാക്കൾ നടത്തിയത്. വളരെ കൃത്യമായി ഈ അജണ്ടകൾ, ഇടത് വലത് മുന്നണികളുടെ അജണ്ടകൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട് എന്നതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? കൃത്യമായി തന്നെ ഈ അജണ്ടകൾ BJP നേതൃത്വത്തോടൊപ്പം തന്നെ BJP പ്രവർത്തകർക്കും മറ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഏകദേശം 3000-ഓളം വോട്ടുകൾ SDPIക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3000-ഓളം വോട്ടുകൾ പൂർണ്ണമായിട്ടും നിശ്ചയമായിട്ടും UDFിലേക്ക് പോൾ ചെയ്യപ്പെടും. അതവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് തീവ്രവാദ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ രാഹുലിനെ തിരുത്തിക്കൊണ്ട് ഇന്നലെ വൈകിട്ടായിരുന്നു KC വേണുഗോപാലിന്റെ ഒരു പ്രഖ്യാപനമുള്ളത്. BJPയാണ് ഞങ്ങളുടെ മുഖ്യശത്രു, BJPയെ തോൽപ്പിക്കാൻ ഏത് ആളുകളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ആരുടെ വോട്ടുകൾ വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിലെ BJPയും UDFും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേവലം 3800-ഓളം വോട്ടുകൾ മാത്രമാണ്. ഈ SDPI വോട്ടുകൾ, പോപ്പുലർ ഫ്രണ്ട് വോട്ടുകൾ കൃത്യമായിട്ടും UDFിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെയും മറ്റ് വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിച്ച് പോയി കഴിഞ്ഞാൽ തന്നെയും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ, പുതിയ വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട് എന്നാണ് BJP നേതൃത്വം പറയുന്നത്. 4000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തതിൽ 2500-ഓളം വോട്ടുകൾ കൃത്യമായിട്ടും താമര ചിഹ്നത്തിൽ വരുന്ന വോട്ടുകളാണ് എന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അഭിപ്രായം പറയുന്നു. മറ്റു സ്ഥലത്ത് സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പോലും സരിന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സരിന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിൽ, പര്യടനത്തിൽ ആളുകൾ വളരെ കുറവായ ഒരു സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിലാണ് ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി BJP മുന്നോട്ടേക്ക് പോവുകയും UDFിനകത്ത് തീവ്രവാദ ശക്തികളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് BJP നേരിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുകയാണ് പാലക്കാട്. സമഗ്ര വിവരങ്ങളാണ് ഗോകുൽ നൽകിയത്.